എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സിൻ്റെ ഫസ്റ്റ് സെമ്മിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വാട്ടർ റിസോഴ്സസ് അഥവാ ജലവിഭവങ്ങൾ. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. കിണറുകൾ, പുഴകൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ ഇവയിലെല്ലാം ജലം നിറഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 70% ജലമാണ്. അതിൻ്റെ 97% കുടിക്കാൻ കഴിയാത്ത ഉപ്പുവെള്ളമാണ്. കടലിലും കായലിലും പുഴയിലും ഒക്കെയായി ഈ ഉപ്പുവെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഉപരിതല ജലം എന്നത് കരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളമാണ്. അത് എല്ലാ വശങ്ങളിലും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കര ജലാശയങ്ങളായി മാറുന്നു. കൂടാതെ സമുദ്രജലത്തിനും സമുദ്രം പോലെയുള്ള ജലാശയങ്ങൾക്കും എല്ലാ ഉപരിയായി നമുക്ക് ഇതിനെ നീലജലം എന്ന് വിളിക്കാൻ സാധിക്കും. സമുദ്രജലം എന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യത്യസ്ത ലവണങ്ങളുടെ ഒരു ലായനിയാണ്. ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ആണ് ഈ ലവണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 70% സമുദ്രജലമാണ്. ഇതിൽ 96.5% ജലവും 2.5% ലവണവും അടങ്ങിയിട്ടുണ്ട്. ശുദ്ധജലം എന്നത് ലവണാംശം കലരാത്ത ജലമാണ്. നദികൾ, കുളങ്ങൾ, കിണറുകൾ ഇതൊക്കെയാണ് ശുദ്ധജല സ്രോതസ്സുകൾ. ലോകത്തിലെ ശുദ്ധജലത്തിൻ്റെ 71% കാർഷിക ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് 10% ഉപയോഗിക്കുന്നുണ്ട്. ശുദ്ധജലത്തിൻ്റെ 45% അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഭാരതത്തിൽ അതിൻ്റെ 4% മാത്രമാണുള്ളത്. കാർഷിക പ്രവർത്തനങ്ങൾക്കായി ഇവിടെ 71% ജലം ഉപയോഗിച്ചു വരുന്നു. ഉപരിതല ജലം എന്നത് കരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളമാണ്. ഭൂരിഭാഗവും മഴയിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വസന്തകാലത്ത് കാലാവസ്ഥ ചൂടുപിടിക്കുമ്പോൾ മഞ്ഞുരുകുന്നത് അടുത്തുള്ള അരുവികളിലേക്കും നദികളിലേക്കും ഒഴുകി മനുഷ്യൻ്റെ കുടിവെള്ളത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് കാരണമായി തീരുന്നു. ബാഷ്പീകരണത്തിൻ്റെയും ഭൂഗർഭജലമായി മാറുന്നതിൻ്റെയും ഫലമായി ഉപരിതല ജലത്തിൻ്റെ അളവ് കുറയുന്നു. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നതിനൊപ്പം ജലസേചനം, മലിനജല സംസ്കരണം, കന്നുകാലികൾ, വ്യാവസായിക ആവശ്യങ്ങൾ, ജലവൈദ്യുത പദ്ധതി, വിനോദം എന്നിവയ്ക്കും ഉപരിതല ജലം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭൂഗർഭജലം എന്നത് മണ്ണിൻ്റെ സുഷിര സ്ഥലങ്ങൾ, കല്ലിൻ്റെ പാളികൾക്കിടയിലെ വിടവുകൾ ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയായി കാണപ്പെടുന്ന ജലത്തിനെ ആണ് ഭൂഗർഭജലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജലത്തിന് മലിനീകരണം നന്നേ കുറവായിരിക്കും. ജലം ഖരാവസ്ഥയിലേക്ക് ഘനീഭവിക്കുന്നതാണ് ഐസ് അല്ലെങ്കിൽ മഞ്ഞുകട്ട. മണ്ണിൻ്റെ കണികകൾ അല്ലെങ്കിൽ വായു കുമിളകൾ പോലുള്ള മാലിന്യ വസ്തുക്കളുടെ സാന്നിധ്യമനുസരിച്ച് കൂടുതലോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പ്രകാശം കടത്തിവിടുന്ന സുതാര്യമായ നീല കലർന്ന വെളുത്ത നിറമാണ് ഇതിന് കാണപ്പെടുന്നത്. സൗരയുധത്തിൽ ഐസ് സമൃദ്ധമായി ഉണ്ട്. സൗരയുധത്തിനപ്പുറം ഇത് നക്ഷത്ര അന്തരീക്ഷത്തിലെ മഞ്ഞുപാളിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ധ്രുവപ്രദേശങ്ങളിലും ഹിമപ്രാന്തത്തിനു മുകളിലും ഇത് സമൃദ്ധമായി കാണപ്പെടുന്നു. ഭൂമിയിലെ ജലത്തിൻ്റെ 97% വരുന്നതാണ് ഉപ്പുവെള്ളം. അത് സമുദ്രങ്ങളിലും കടലുകളിലുമാണ് കാണപ്പെടുന്നത്. അത് മനുഷ്യർക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കൃഷിക്കും ജലസേചനത്തിനും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിലെ ലവണങ്ങൾ നീക്കം ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അതിനുവേണ്ടി ഉപ്പുവെള്ളത്തെ ഡിസാലൈസേഷന് വിധേയമാക്കണം. ഒരു നദിയിലോ തടാകത്തിലോ കുളത്തിലോ ശുദ്ധജല തണ്ണീർത്തടത്തിലോ ഉള്ള വെള്ളത്തിനെയാണ് ഉപരിതല ജലം എന്ന് പറയുന്നത്. അത് മഴയാൽ നിറയുകയും സമുദ്രങ്ങളിലേക്ക് ഒഴുകി അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നുമുള്ള ജലം അടിഞ്ഞുകൂടുന്നിടത്ത് തടാകങ്ങൾ രൂപപ്പെടുത്തി അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങൾ വഴി നമ്മൾക്ക് കുടിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ജലസേചനത്തിനും എല്ലാം ഉപയോഗിക്കാനുള്ള ജലത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ശുദ്ധജല തടാകങ്ങൾ വിനോദത്തിനും ജലവിതരണത്തിനുമുള്ള സ്ഥലങ്ങളായി നാം കണക്കാക്കേണ്ടതുണ്ട്. ശുദ്ധജലവും ഉപ്പുവെള്ളവും കൂടിച്ചേരുന്ന ഒരു ജലാശയമാണ് അഴിമുഖം. നദിയുടെയും സമുദ്ര പരിസ്ഥിതികളുടെയും ഇടയിലുള്ള ഒരു മേഖലയാണിത്.
ചരക്കുകളുടെ ഗതാഗതത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വിനോദത്തിനും ശുദ്ധജല സ്രോതസ്സിനുമുള്ള സംവിധാനമായി നദികൾ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്നു. ഭൂഗർഭജലം മണ്ണിൻ്റെയും പാറകളുടെയും ഉപരിതല സുഷിരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജലം. ഇതിന് ഉപരിതല ജലവുമായോ ഒരു അക്വിഫറിലെ ആഴത്തിലുള്ള ഭൂഗർഭജലവുമായോ അടുത്ത് ബന്ധമുണ്ട്. ജലസ്രോതസ്സുകൾ നേരിടുന്ന ഭീഷണി. ജലസ്രോതസ്സുകൾക്ക് മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഘടകങ്ങളാണ് ഭീഷണിയായി നിലനിൽക്കുന്നത്. ഇത് ജലത്തിൻ്റെ ഗുണനിലവാരത്തെയും അളവിനെയും ബാധിക്കുന്നതാണ്. മാലിന്യ നിർമ്മാർജ്ജനം, വിഭവങ്ങൾ വേർതിരിച്ചെടുക്കൽ, കാർഷിക രീതികൾ, നഗരവൽക്കരണം, അതുപോലെ മനുഷ്യനിർമ്മിത ഭൂഗർഭ ജല ഭീഷണികൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന സ്ഥലങ്ങളും സെപ്റ്റിക് സംവിധാനങ്ങളും ഭൂഗർഭജല മലിനീകരണത്തിൻ്റെ ഉറവിടങ്ങളാണ്. ഖനികളും ഖനനത്തിൽ നിന്നുള്ള ഡ്രെയിനേജും ജലത്തിൻ്റെ ഗുണനിലവാരം മോശമാക്കുന്നു. വളപ്രയോഗം, കീടനാശിനി പ്രയോഗം തുടങ്ങിയ കൃഷിരീതികളും നഗരവൽക്കരണം, ശ്മശാനങ്ങൾ, അമിത പമ്പിംഗ്, വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയും ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായ ജലം മലിനീകരിക്കുന്നത് കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലത്തിൻ്റെ യോഗ്യതയെ ബാധിച്ചേക്കാം. നദികൾ, തോടുകൾ, കുളങ്ങൾ തുടങ്ങിയ ഉപരിതല ജലസ്രോതസ്സുകൾ, വ്യാവസായിക മാലിന്യങ്ങൾ, കാർഷിക മലിനീകരണം തുടങ്ങിയവ ഉറവിടങ്ങളിൽ നിന്നോ സ്രോതസ്സിൽ നിന്നോ ഉള്ള മലിനീകരണത്താൽ ജലം മലിനമാക്കപ്പെടുന്നു. ജലാശയങ്ങളിലേക്ക് ഹാനികരമായ പദാർത്ഥങ്ങൾ ഒഴുക്കിവിടുമ്പോൾ ജലമലിനീകരണം നടക്കുന്നു. ഇത് രോഗങ്ങൾക്ക് കാരണമാവുകയും ജലജീവികളെ നശിപ്പിക്കുകയും ചെയ്യും. ജലമലിനീകരണത്തിലുള്ള പരിഹാരങ്ങളിൽ പ്രാഥമിക ചികിത്സ, ദ്വിതീയ ചികിത്സ, തൃതീയ ചികിത്സ എന്നിവയും നൂതന വനവൽക്കരണ പദ്ധതികളും ഉൾപ്പെടുന്നു. മനുഷ്യരിലും പരിസ്ഥിതിയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതിദത്തമായ ഒരു സംഭവമാണ് വെള്ളപ്പൊക്കം. കനത്ത മഴ മൂലം നദികളോ സമുദ്രങ്ങളോ തീരം കവിഞ്ഞൊഴുകി ഏത് സമയവും വെള്ളപ്പൊക്കം സംഭവിക്കാവുന്നതാണ്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം അപകടകരമാണ്. കാരണം ചെറിയ മുന്നറിയിപ്പുകളോടെ വന്നാൽ മനുഷ്യജീവൻ ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തുന്നു. വെള്ളപ്പൊക്കം ഗതാഗതത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. ആശയവിനിമയ ബന്ധങ്ങളെ തകരാറിലാക്കുന്നു. സാധാരണ ഡ്രെയിനേജ് സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന മലിനജല ചോർച്ചയ്ക്ക് കാരണമാകുന്നു. വെള്ളപ്പൊക്കത്തിന് വലിയ അളവിൽ വെള്ളവും സസ്പെൻഡ് ചെയ്ത അവശിഷ്ടങ്ങളും വിശാലമായ പ്രദേശങ്ങളിൽ വിതരണം ചെയ്ത് വിലയേറിയ മണ്ണിലെ പോഷകങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. എന്നാൽ മണ്ണിനെ നശിപ്പിക്കാനും വിളകളെ നശിപ്പിക്കാനും കാർഷിക ഭൂമി അഥവാ കെട്ടിടങ്ങൾ എന്നിവയെ നശിപ്പിക്കുകയും കാർഷിക കൃഷികളെല്ലാം അതുപോലെ തന്നെ മൃഗങ്ങൾ ഇവരെല്ലാം മുങ്ങി നശിച്ചു പോകാനും കാരണമാകുന്നുണ്ട്. കാലാനുസൃതമായ വെള്ളപ്പൊക്കം, തീരപ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കം, അഴിമുഖം, അണക്കെട്ടുകളുടെ തകരാർ, മഞ്ഞും ഹിമാനികളും ഉരുകുന്നത് മൂലമുള്ള വെള്ളപ്പൊക്കം, ഇങ്ങനെ പലതരം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ട്. വരൾച്ച എന്നത് ഒരു പ്രദേശത്ത് സാധാരണയിലും കുറഞ്ഞ മഴയും അനുഭവപ്പെടുന്ന സമയത്ത് ഉള്ള ഒന്നാണ്. ഈ മഴയുടെ അഭാവം മണ്ണിൻ്റെ ഈർപ്പം കുറയ്ക്കുകയും ഭൂഗർഭജലം കുറയും, നീരൊഴുക്ക് കുറയും, വിളനാശം, പൊതുവായ ജലക്ഷാമം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. വരൾച്ച മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിന്നേക്കാം. ചുഴലിക്കാറ്റുകൾക്ക് ശേഷം ഏറ്റവും ചിലവേറിയ കാലാവസ്ഥാ സംഭവമാണ് വരൾച്ച എന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ വാർഷിക വരണ്ട സീസണുകൾ വരൾച്ചയും തുടർന്നുള്ള കാട്ടുതീയും ഉണ്ടാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. വരൾച്ച 4 തരത്തിലാണ്: കാലാവസ്ഥ, കാർഷിക, ജലശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക വളർച്ച. ഇങ്ങനെ ആണ് വളർച്ചയെ തരംതിരിച്ചിട്ടുള്ളത്. ജല സംരക്ഷണ മാനേജ്മെൻറ്റ് നയങ്ങൾ, തന്ത്രങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവ ജലത്തെ സുസ്ഥിര വിഭവമായി കൈകാര്യം ചെയ്യുന്നതിനും ജലപരിതസ്ഥിതി സംരക്ഷിക്കുന്നതിനും നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ മനുഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വ്യാവസായികവൽക്കരണം, നഗരവൽക്കരണം, കൃഷിയുടെ ആധുനികവൽക്കരണം എന്നിവ കാരണം ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനം ജലസ്രോതസ്സുകൾ കുറയുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ നദികളിൽ ഭൂരിഭാഗവും മാലിന്യ ഉൽപ്പന്നങ്ങളും മലിനീകരണങ്ങളും കൊണ്ട് വിഷലിപ്തമായിരിക്കുന്നു. അതിനാൽ ജലത്തിൻ്റെ യുക്തിസഹമായ ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. പരമ്പരാഗത ജലസംഭരണ സംവിധാനങ്ങൾ, മഴവെള്ള സംഭരണം, ജലത്തിൻ്റെ പുനരുപയോഗം, ജലസംരക്ഷണ സാങ്കേതിക വിദ്യകൾ
എന്നിവ ഉൾപ്പെടെ ജലസംരക്ഷണത്തിന് പല നവീന രീതികളും അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ്. 1986 മെയ് മാസത്തിൽ ഇത് നടപ്പിലാക്കുകയും 1986 നവംബർ 19 ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതിന് 26 വിഭാഗങ്ങളും 4 അധ്യായങ്ങളുമുണ്ട്. വിജ്ഞാപനമനുസരിച്ച് ഹൈ ടൈഡ് ലൈൻ HTL മുതൽ 500 മീറ്റർ വരെയുള്ള തീരദേശ ഭൂമിയും അരുവികളുടെയും തടാകങ്ങളുടെയും അഴിമുഖങ്ങളുടെയും കായലുകളുടെയും നദികളുടെയും തീരത്തുള്ള 100 മീറ്റർ വരെയും വേലിയേറ്റ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമായി തീരദേശ നിയന്ത്രണ മേഖല CRZ എന്ന് വിളിക്കുന്നു. CRZ എന്നത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആണ്. HTL എന്നത് ഹൈ ടൈഡ് ലൈൻ എന്നതിനെ സൂചിപ്പിക്കുന്നു. 1991 വിജ്ഞാപനം തീരപ്രദേശത്തെ CRZ1, CRZ2, CRZ3, CRZ4 എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. CRZ1 താഴ്ന്നതും ഉയർന്നതുമായ വേലിയേറ്റ രേഖയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ പ്രകൃതിവാതകം പര്യവേഷണം ചെയ്യാനും ഉപ്പ് വേർതിരിച്ചെടുക്കാനും അനുവദിക്കുന്നുണ്ട്. CRZ2 തീരപ്രദേശത്തെ നഗരപ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്നു. കൂടാതെ ഫ്ലവർ സ്പേസ് ഇൻഡെക്സ് മാനദണ്ഡങ്ങൾ നിർവീര്യമാക്കിയിരിക്കുന്നു. CRZ3 എന്നത് ഗ്രാമങ്ങളും നഗരപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ, ചില പൊതു സൗകര്യങ്ങൾ എന്നിവ മാത്രമേ ഇവിടെ അനുവദനീയമായിട്ടുള്ളൂ. CRZ4 മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളും അനുവദനീയമാണ്. ഇത് പ്രാദേശിക പരിധി വരെ ജലമേഖലയെ ഉൾക്കൊള്ളുന്നുണ്ട്. CRZ1A 11 പരിസ്ഥിതിലോല പ്രദേശങ്ങളും CRZ1B ഇൻഡൽ ടൈഡൽ സോണും ഉൾപ്പെടുന്നു. CRZ2 തീരത്തിനടുത്തുള്ള വികസിത ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നു. ജനസാന്ദ്രതയെ അടിസ്ഥാനമാക്കി CRZ3A, CRZ3B എന്നിങ്ങനെ വിഭജിക്കപ്പെടുന്നു. തടസ്സമില്ലാത്ത ഭൂപ്രദേശങ്ങൾ CRZ3 ഉൾപ്പെടുന്നു. CRZ4 ജലമേഖലകളെ ഉൾക്കൊള്ളുന്നു. CRZ4A, CRZ4B എന്നിങ്ങനെയും തരംതിരിവുണ്ട്. എല്ലാ ദ്വീപുകൾക്കും 20 മീറ്റർ വികസനരഹിത മേഖലയുമായും തീരദേശ സമൂഹങ്ങളുമായും മത്സ്യത്തൊഴിലാളികളുമായും പങ്കാളിത്തത്തോടെ പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യാനും വിജ്ഞാപനം നിർദ്ദേശിക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളുടെ മലിനീകരണം ലഘൂകരിക്കുന്നതിനായി CRZ1B മേഖലകളിലെ നിയന്ത്രണത്തിന് കീഴിൽ ചികിത്സാ സൗകര്യങ്ങളുടെ വികസനവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകം എന്നതുകൊണ്ട് തന്നെ നമുക്ക് ശുദ്ധജലത്തിന് നമ്മുടെ ഭാവി തലമുറയ്ക്കും ഉപയോഗിക്കുന്നതിനു വേണ്ടിയും കൂടി നാം മലിനമാക്കാതെ സംരക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.